പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വാഴയിൽ നിന്ന് തന്നെ നേരിട്ട് കിട്ടുന്ന ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും വാഴയിൽ നിന്ന് എങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ജ്യൂസ് എടുക്കാം എന്നും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിന്ന് വാഴക്കുല വെട്ടിയെടുത്തൊരു വാഴയാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു വാഴ നമുക്ക് ഇങ്ങനെ വെട്ടിയെടുക്കാം ആദ്യം. ഇത് പൂവൻ വാഴയാണ്. ശരിക്കും ഇത്തരത്തിലുള്ളൊരു ജ്യൂസ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കദളി വാഴയുടെ ജ്യൂസാണ്. കിഡ്നി സ്റ്റോണൊക്കെ ഉള്ളവർക്ക് നല്ലൊരു മെഡിസിനാണ് ഈ വാഴയുടെ ജ്യൂസ്. അതുപോലെ ഷുഗർ രോഗികൾക്ക് ഷുഗർ ലെവൽ കുറയ്ക്കാൻ അത്യുത്തമമായിട്ടുള്ള ഒന്നാണ്. അതുപോലെ പല മൂത്രാശയ രോഗങ്ങൾക്കും നല്ലൊരു പ്രതിവിധിയാണ് ഈ ജ്യൂസ്. യൂറിക് ആസിഡ് ഉള്ളവർക്ക് അത് കുറയ്ക്കാനും നല്ലതാണ്. ഈ ഒരു ജ്യൂസ് വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വാഴ നമ്മൾ ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നല്ലപോലെ ക്ലീൻ ആക്കി കൊടുക്കണേ. അപ്പോൾ ഇവിടെ കുറേ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലെ വാഴപ്പിണ്ടി കൂടി ഒന്ന് കളഞ്ഞെടുക്കണം. ഉള്ളിലെ വാഴപ്പിണ്ടി ഒരു ഗ്ലാസിൻ്റെ ആഴത്തിൽ നമുക്ക് ഒന്ന് നല്ല പോലെ കളഞ്ഞെടുത്തിട്ടൊന്ന് വൃത്തിയാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്രയും ആഴത്തിൽ നമ്മൾ ഉള്ളിലുള്ള വാഴപ്പിണ്ടി എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി കഷ്ണവും കുറച്ച് കുരുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. ചിലർ ഏലക്കായ ഇട്ട് കൊടുക്കും, ജീരകം ചേർത്ത് കൊടുക്കും, ഉലുവ ചേർത്ത് കൊടുക്കുന്നവരുണ്ട്. ചിലർ ഒന്നും ചേർക്കാതെ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ ഇപ്പം നമ്മൾ ഇവിടെ ഇഞ്ചിയും കുരുമുളകും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് പ്രാണിയൊന്നും കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വാഴയിൽ വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കാം. ഇതിലൊരു 5-6 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ കുറച്ച് വെള്ളം നമുക്ക് കിട്ടും. പക്ഷേ ഞങ്ങളിത് ഇപ്പോൾ എടുക്കുന്നില്ല. നാളെ രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇനി നാളെ രാവിലെ നോക്കാം ഇനി എന്താണെന്നുള്ളത്. പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ള ജ്യൂസ് ആകുമ്പം കഴിക്കാൻ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. പക്ഷേ മെഡിസിൻ ആകുമ്പം ഏറ്റവും ബെസ്റ്റ് പഞ്ചസാര ചേർക്കാതെ ഇടുന്നതാണ്. എന്താ അവസ്ഥ നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഏകദേശം 2 ഗ്ലാസ് വരും വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇത്രയും വെള്ളം വാഴയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്. അപ്പോൾ ഇത് അത്രയും നല്ലൊരു മെഡിസിനാണ്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കിഡ്നി സ്റ്റോണൊക്കെ ഉള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലാത്ത നല്ലൊരു മെഡിസിനാണ്. അപ്പോൾ ആ ഒരു ഗ്ലാസ് നിറയെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തൊരു ഗ്ലാസ്സിലേക്കും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അച്ഛ ആദ്യം ഇത് കുടിച്ച് കാണിച്ചു തരും. ഞാൻ കുടിച്ചാ വിചാരിച്ചിരുന്നത് കുടിക്കാൻ പറ്റൂല. അത് പക്ഷെ എനിക്ക് കുടിക്കാനൊക്കെ കഴിയുന്നുണ്ട്. ഇത് കറ പറ്റുമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ നല്ല ശരിക്ക് കുടിക്കാനൊക്കെ കഴിയുന്നുണ്ട്.